അങ്ങനെ നമ്മുടെ മിത്ര പോലീസുകാരത്തിയോട് പറയുന്നുണ്ട്, മാഡം നല്ലൊരു ഉദ്യോഗസ്ഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, മാഡം അറിയാതെ പോലും ഒരു തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസുകാരത്തിക്ക് അതൊന്നും ഒരു വിലയില്ല. അവൾ പറയുന്നുണ്ട്, നീ നിൻ്റെ പണി നോക്കി പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ മിത്രോട്. എന്തായാലും മിത്ര പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അനന്തന് വല്ലാതെ വിഷമാവുണ്ട് നമ്മുടെ ഗോമതിയെ പോലീസുകാർ കൊണ്ടുപോയതുകൊണ്ട്. എന്തായാലും നമ്മുടെ അനന്തൻ അച്യുതൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്യുത നമുക്ക് എന്തായാലും ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റില്ല, നമ്മുടെ ഗോമതിനെ വെറുതെ കള്ളക്കേസ് കുടുക്കിയിട്ട് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല, എന്തായാലും നമുക്ക് ചെന്നിട്ട് അവരെ എന്തായാലും പുറത്തേക്ക് ഇറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്യുതൻ പറയുന്നുണ്ട്, ഞാൻ വരില്ല എന്നൊക്കെ ആദ്യം അച്യുതൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനന്തൻ നിർബന്ധിച്ചിട്ട് നമ്മുടെ അച്യുതനെയും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലേനെയും പോലീസുകാർ വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകല ഉദയഭാനുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കൊടുത്ത പരാതിക്ക് അനുസരിച്ചിട്ട് എന്നെ പറയണം, അതിന് ഒരു അക്ഷരം മാറ്റി പോലും നിങ്ങൾ പറയരുത്, മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരും, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവിയാണെങ്കിൽ പാവം ഒന്നും അറിയണില്ല. എന്തായാലും ദേവി അറിഞ്ഞാൽ കളി മാറും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.